Hi all, welcome back to our channel Chandil's Crafted Stone with Care. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആൻറ്റീക്ക് നെക്ലേസ് ആണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ആൻറ്റീക്ക് നെക്ലേസ് ചെയ്യാനായി ആദ്യമേ വേണ്ടത് ആൻറ്റീക്ക് ലോക്കറ്റ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആൻറ്റീക്ക് ലോക്കറ്റ് കാണിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ ആൻറ്റീക്ക് ലോക്കറ്റ്. കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും. അടുത്ത് നമുക്ക് വേണ്ടുന്നത് കോയിൻ ലോക്കറ്റ് വിത്ത് സ്റ്റോൺ വർക്ക്സ് ആണ്. ഇതാണ് ആ സംഭവം. അടുത്തതായി നമുക്ക് വേണ്ടുന്നത് ആൻറ്റീക്ക് 3mm ബീഡ്സ് ആണ്. ഇതാണ് ആൻറ്റീക്ക് 3mm ബീഡ്സ്. നെക്ലേസ് ചെയ്യാൻ പോകുന്നത് അടുത്ത സംഭവം ഗിയർ വയറിലാണ്. ഇതാണ് മെയിൻ തിങ്. ഇതാണ് ഗിയർ വയർ. അടുത്ത ഗിയർ വയർ ഉണ്ടെങ്കിൽ നിർബന്ധമായി നമുക്ക് ലോക്ക് ചെയ്യാൻ വേറെ വഴികളൊന്നുമില്ല. അപ്പം നമുക്ക് നിർബന്ധമായി എന്താണ് ഗിയർ ലോക്ക് വേണം. ഗിയർ ലോക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. തീരെ ചെറിയ സംഭവമാണ് ഗിയർ ലോക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏതൊരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. അടുത്ത വേണ്ടുന്ന രണ്ട് സംഭവങ്ങളാണ്. മെയിൻ സംഭവമാണ് കണക്ടർ. രണ്ട് സൈഡിൽ നമുക്ക് കണക്ട് ചെയ്യണം. അതിന് കണക്ടർ ആവശ്യമാണ്. ഇതാണ് കണക്ടർ. ഇനി നമ്മൾ ജമ്പ് റിംഗ് എന്നും പറയുന്നതാണ്. അടുത്ത നെക്ലേസ് അല്ലേ. നെക്ലേസ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ അനുസരിച്ച് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടുന്നത്? നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ഇതായിരിക്കും ത്രെഡായിട്ടുള്ള ബാക്ക് ചെയിൻ ആണ്. ഇത് നമുക്ക് സൈസ് വലുതാക്കാനും കുറയ്ക്കാനും എല്ലാം നമുക്ക് ഉപകാരം ഇതാണ്. അപ്പം നമുക്ക് നമ്മുടെ പണി തുടങ്ങാമല്ലേ. ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഗിയർ വയർ ഇപ്പോൾ രണ്ടായിട്ട് മടക്കി വെച്ചേക്കാണ് ഞാൻ. ഇനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ ഈ ലോക്കറ്റിൻ്റെ ഈ ഹോൾ കണ്ടല്ലോ, ഇതിൻ്റെ അകത്തൂടെ ഒരു സൈഡ് മാത്രം കയറ്റുവാണേ. എന്നിട്ടത് നേരെ നടുക്കോട്ട് കൊണ്ടുപോകണം. നമ്മൾ അത് നടുക്കെത്തിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കുവാണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ 3mm ആൻറ്റീക്ക് ബീഡ്സ് ഇതിൻ്റെ അകത്തൂടെ കയറ്റണം. കയറ്റിയതാ ഇതിൻ്റെ അകത്തൂടെ ഇനി അറ്റം വരെ എത്തിപ്പിച്ചേ. കണ്ടു കാണുമല്ലോ നിങ്ങൾ. ഇനി അടുത്ത് കയറ്റാൻ പോകുന്നത് ഈ കോയിൻ ലോക്കറ്റാണേ. ഈ പ്രോസസ് നമ്മളങ്ങ് കണ്ണ് ചെയ്യുക. അതിന് മുമ്പ് ഇവിടെ ഇനി മുമ്പ് നമ്മൾ ഒന്നാണ് ചേർത്തത്, ഒരു ബീഡാണ് ചേർത്തത്. ഇവിടെ ഇപ്പം 2 ബീഡ് ചേർത്ത് പോവാണേ. നമ്മളിതാ ഇവിടെ മുമ്പേ പറഞ്ഞ പോലെ ഒരു 3mm ആൻറ്റീക്ക് ബീഡായിട്ടത് അടുത്ത ലോക്കറ്റ് കയറ്റി പിന്നെ 2 ബീഡ് ഇട്ടേക്കുക. ഇനി ഈ പ്രോസസ് നമ്മൾ കണ്ണ് ചെയ്യുവാണേ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഞാൻ മുമ്പേ പറഞ്ഞതനുസരിച്ച് ഇവിടെ 2 എന്നാണ്. ഞാൻ 2 ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയില്ല. ഒരു ഗ്യാപ്പ് ഒട്ടും ഇല്ലാതായിപ്പോയി. അങ്ങനെ ഞാൻ പകരം അവിടെ 2-ന് പകരം 4 ആക്കി. നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ള 2 ഇടണമെങ്കിൽ 2 ഇടാം, 3 ഇടണമെങ്കിൽ 3 ഇടാം, 4 ഇടണമെങ്കിൽ 4 ഇടാം. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാമേ. ഇതിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ എത്രയും ചെയ്തു. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടെ ചെയ്ത് തുടങ്ങാം. ഇത് തീരുന്നില്ല. ഇത് 5 ഇട്ടേ തീരുള്ളൂ ഓരോ സൈഡിലും. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുവാണേ. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മാല. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുത്തി വെച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് ഈ മാല ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ എൻഡ് ചെയ്യിപ്പിച്ചു. ആ സൈഡ് ഞാൻ എൻഡ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. നമ്മൾ മെയിൻ ഗിയർ വയർ എടുക്കുവാണ്. ഗിയർ വയർ എടുത്ത് ഇതിൻ്റെ 2-ൻ്റെ ഇടയിൽ കൂടെ കയറ്റി. അതൊരു പ്രോസസ്സാണ്. കയറ്റി. സോറി, ഗിയർ വയർ അല്ല, ഇത് ഗിയർ ലോക്കാണേ. ഗിയർ ലോക്കിൻ്റെ അകത്ത് കയറ്റിയിട്ട് 2-ൻ്റെ ഇടയിൽ കൂടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടെ നമ്മളിതാ ഈ ജമ്പ് റിങ് കയറ്റി ഇറക്കുവാണേ. ജമ്പ് റിങ് കയറ്റി ഇറക്കി. ഇവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ കൂടെ അപ്പുറത്ത് ഇതിൻ്റെ അകത്തോട്ടാണ് കയറ്റിയേക്കുന്നത് ജമ്പ് റിങ്. അപ്പോൾ അപ്പുറത്തെ സൈഡ് നമ്മളിങ്ങനെ എടുത്തിട്ട് അത് ഈ ഗിയർ വയറിൻ്റെ അകത്തൂടെ കയറ്റി ഇറക്കണേ. ഈ ഒരെണ്ണത്തിലാണ് നമ്മൾ ജംറിങ് കയറ്റിയത്. പിന്നെ ഈ ജംറിങ് കുറച്ച് നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് അതേപോലെ ഈ ലോക്ക് കുറച്ച് മുമ്പോട്ട് കൊണ്ടുവന്ന് 2-ൻ്റെ ഇടയിൽ കൂടെ മറ്റേ സൈഡിങ് കയറ്റി ഇറക്കണേ. എന്നിട്ട് ഇത് 2-ഉം താഴോട്ട് കൊണ്ടുവരണം. ഈ കയറ്റി ഇറക്കിയ ലോക്കിനെ നമ്മളിനി ഇത് വെറുതെ വെച്ചത് അങ്ങ് ഊരി പോവും.
അതിനെ പ്രസ് ചെയ്തിടുവാണേ. ഇതാ പ്രസ്സിങ് സാധനം വെച്ചിട്ട് ഞങ്ങൾ പ്രസ് ചെയ്ത് ഇതങ്ങ് പ്രസ് ചെയ്ത് റെഡിയാക്കി. ഇനി നമുക്ക് ഈ എക്സസ് വന്നേക്കുന്നത് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ മാല ഇങ്ങനെയായി, നെക്ലേസ് ഇങ്ങനെയായി. ഇനി ബാക്കി നമ്മുടെ ത്രെഡ് ബാക്ക് ചെയിൻ വെച്ച് നമ്മൾ ഇത് കോർക്കുവാണേ. ഇതാണ് നമ്മുടെ നെക്ലേസിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ.